ഇന്നത്തെ ടാസ്കിലെ അനുമോള് ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ടാസ്കിലെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ വാങ്ങിയത് ആര്യനാണെന്നുണ്ടെങ്കിൽ പോലും അതിന് ഒപ്പത്തിനൊപ്പം നിൽക്കാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് അക്ബറിന്റെ പാവം മോഷ്ടിച്ചത് അനുമോൾക്കാണ് കിട്ടിയത്, അതുകൊണ്ടാണ് അനുമോൾക്ക് ഇത്രയും പാവകൾ കിട്ടിയത്, അതുകൊണ്ടാണ് ഇത്രയും പോയിന്റ് കിട്ടിയത് എന്നൊക്കെ കുറേ പേര് പറയുന്നത് ഞാൻ കണ്ടു. സത്യത്തിൽ അനുമോള് ആരുടെയും മോഷ്ടിച്ചിട്ടില്ല. അവിടെ ആദില അക്ബറിന്റെ മോഷ്ടിച്ചു എന്നുള്ള സത്യമാണ്, പക്ഷെ അത് അനുമോൾക്കിട്ട് കൊടുത്തിട്ടുമില്ല. നിങ്ങൾ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ പോയി ഒന്നും കൂടിയും ശ്രദ്ധിച്ചു നോക്ക്. അനുമോളുടെ ബെഡിന്റെ അവിടെ കൊണ്ടുവച്ചു എന്നാണ് പറയുന്നത് കുറേ പേര്. അപ്പൊ അനുമോൾക്ക് അത് കിട്ടിയത്. അതിനുശേഷം ആദിലയും നൂറയും അനുമോളും തമ്മിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് കൃത്യമായിട്ട് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പാവകൾ എടുത്തത് ആദിലയാണ്, ആദിലയ്ക്കാണ് അത് കിട്ടിയത്. അനുമോള് അതിൽ നിന്ന് ഒന്നുപോലും എടുത്തിട്ടില്ല. അനുമോള് സ്വന്തമായി അവിടെ നിന്ന് എടുത്ത് ഉണ്ടാക്കിയ പാവകൾക്കാണ് അനുമോൾക്ക് അവിടെ പോയിന്റുകൾ കിട്ടിയത്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കിട്ടിയത് ആര്യനാണ്. പക്ഷേ ആര്യനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ അക്ബർ ഉണ്ടായിരുന്നു. അക്ബറിന്റെ 10 പാവകളോ മറ്റുമാണ് ആദില അടിച്ചു മാറ്റിയത് എന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അക്ബറിന് കിട്ടിയ പാവകൾ എനിക്ക് തോന്നുന്നു അധികം എണ്ണം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും അത് അവിടെ കൊടുത്ത് അവനെ സഹായിച്ചു. അവൻ തന്നെ ഫസ്റ്റ് വരട്ടെ, ബാക്കി ആരും ഫസ്റ്റ് വരരുത് എന്നുള്ള അവരുടെ ആ ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമോ അല്ലാന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും അക്ബറിന്റെ ഒരു ഗെയിം ഉണ്ടായിരിക്കാം, മറ്റാരും വേണ്ട ആരും തന്നെ വിജയിച്ചാൽ മതി എന്നുള്ള അക്ബറിന്റെ ഗെയിം ആയിരിക്കാം. എന്തായാലും അക്ബറിനെ ജയിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ആര്യന് അവിടെ ആ പോയിന്റുകൾ കൊടുത്തിട്ട് ആര്യന് കൂടുതൽ പോയിന്റുകൾ വന്നു. അതിനുശേഷം സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് അനീഷാണ്. പക്ഷേ ഈ ഗെയിമിൽ 2 പേർക്കും സെയിം പോയിന്റ് ആയിരുന്നു. അനീഷിനെയും അനുമോൾക്കും സെയിം പോയിന്റ് ആണ്, 120 പോയിന്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. 120 പോയിന്റുകൾ വീതമാണ് അനീഷിനെയും അനുമോൾക്കും കിട്ടിയത്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ എത്താനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരാളുടെ പാവം മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുമാത്രമല്ല അനുമോളുടെ ഒരുപാട് പാവകൾ മറ്റുള്ളവർ മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നെവിൻ മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അനുമോൾ തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എൻ്റെ പാവകളൊക്കെ മോഷണം പോയത് എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ മോഷണം പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഫസ്റ്റ് ആവുമായിരുന്നു അല്ലേ എന്ന് അനുമോൾ പറയുന്നുണ്ട്. കാരണം ആര്യൻ അവിടെ അക്ബർ സഹായിച്ചിട്ടുണ്ട്, പിന്നെ അനുമോളുടെ കുറേ എണ്ണം മോഷണം പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ആര്യനേക്കാൾ കൂടുതൽ പോയിന്റ് അനുമോൾക്ക് കിട്ടാം. ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല, കിട്ടാതിരിക്കാം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ആര്യൻ നല്ലൊരു ഗെയിമർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗെയിമർ ഞാൻ ഉദ്ദേശിച്ചത് ടാസ്കുകൾ കളിക്കാനുള്ള കഴിവാണ് കേട്ടോ ആര്യൻ്റെ ഞാൻ ഉദ്ദേശിച്ചത്. ആര്യൻ തുടക്കത്തിൽ വന്ന സമയത്ത് ടാസ്കുകൾ അതിഗംഭീരമായി ചെയ്തിരുന്ന മത്സരാർത്ഥിയാണ്. പിന്നെ നമ്മുടെ ആര് വന്നപ്പോഴാണ് നിങ്ങൾക്ക് അറിയാലോ, ആളുടെ ഒപ്പം കൂടിയ പിന്നെ ടാസ്കുകളും പോയി ഗെയിമും പോയി ഒക്കെ പോയി ആ ആളിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ ചുരുങ്ങി. അവിടെ നിന്ന് ആ വ്യക്തി പുറത്തു പോയതിനു ശേഷം ആര്യം വീണ്ടും ടാസ്കുകളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ടാസ്കിൽ ഇപ്പോൾ ആര്യം തന്നെയാണ് വിജയിക്കാനുള്ള ചാൻസ് കൂടുതലുള്ളത്. ഇതിലിപ്പോൾ ഫസ്റ്റ് നിൽക്കുന്ന ആൾക്ക് 1 പോയിന്റ് എങ്ങാനും ബിഗ് ബോസ് നൽകും, കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത് പോലെ. അപ്പോൾ പിന്നെ ടിക്കറ്റ് ഫിനാലെ വരുന്ന സമയത്ത് ആ ആൾക്ക് 1 പോയിന്റ് കൂടുതൽ നിൽക്കും. അത് മിക്കതും ആര്യനെ തന്നെ ആവാനാണ് ചാൻസ് ഉള്ളത്. ആര്യൻ തന്നെയായിരിക്കും എല്ലാ ടാസ്കുകളിലും മുന്നിട്ട് നിൽക്കുന്നതും വിജയിക്കുന്ന ആര്യൻ തന്നെയായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബൈ ചാൻസ് അത് അനീഷിന് കിട്ടിയാലേ ഉള്ളൂ. കാരണം ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് അനീഷാണ്. ഇനി ആര്യനെ കവർ ചെയ്യാനായിട്ട് അനീഷിനെ കഴിഞ്ഞാൽ ഒരു പക്ഷേ അനീഷിന് ആ പോയിന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അനീഷ് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്, ടാസ്കുകളും കളിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ പോലും അനീഷിൻ്റെ ആ സംസാര രീതിയും വെറിയും അടിയും ഒക്കെ ഇന്ന് എല്ലാവരും കൂടിയിട്ട് അവിടെ വീണ്ടും അവിടെ പ്രശ്നമാക്കുന്നുണ്ടായിരുന്നു. അവിടെ അനീഷ് വിചാരിച്ചിരുന്നത് അനീഷ് ആവും ഫസ്റ്റ്, അനീഷ് വിജയിക്കും എന്നാണെന്നാണ്. പക്ഷേ അവിടെ ആരും വിജയിച്ചതിന് ശേഷം കണ്ട എല്ലാവരും കൂടി എൻ്റെ മെക്കിട്ട് കയറായിരുന്നു, എന്നെ കുറ്റം പറയായിരുന്നു, ഇപ്പം എന്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ കിടന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള സാബു അവിടെ അനീഷായിട്ട് ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് സാബുവിന് പോലും ഇറിറ്റേഷൻ വരുന്നുണ്ടെന്ന് തോന്നും. പിന്നെ കുറച്ച് ദിവസമായിട്ട്, 2 ദിവസമായിട്ട് ക്യാപ്റ്റൻ ആയതിനു ശേഷം സാബുവിൽ ഭയങ്കര ചേഞ്ചാണ്. മുമ്പ് കണ്ട സാബുമേനേ അല്ല, പുതിയൊരു സാബുമേനാണ്. കുറേയൊക്കെ ചേഞ്ച് സാബുവിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഗെയിമിൽ കാര്യമായിട്ട് പോയിന്റ് ഒന്നും ടാസ്കിൽ നേടാനായിട്ട് സാബുവിന് സാധിച്ചിട്ടില്ല. പിന്നെ ടാസ്കിൽ നിന്ന് വിട്ടു നിന്നു ഷാനവാസ്. എനിക്ക് തോന്നുന്നു ഭയങ്കര തെക്കും അടിയും പിടിയും വഴക്കും കുന്തൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഷാനവാസിനെ തോന്നിയിട്ടുണ്ടാകും വയ്യാത്തതല്ലേ, അപ്പം അതിൻ്റെ ഇടയിൽ പോയി നിന്ന് പ്രശ്നം ഉണ്ടാവണ്ട, ഈ ടാസ്ക് കളിച്ചിനി ഒരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു ആ ടാസ്കിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടായിരുന്നു ഷാനവാസ്. പക്ഷേ ഇവിടെ അക്ബറിന്റെ പാവ മോഷ്ടിച്ചത് ആദിലയാണ്. ആദില ഈ അക്ബർ പാവ കൊണ്ടുവയ്ക്കുന്നത് കണ്ടിരുന്നു. അക്ബർ ആ സമയത്ത് പറയുകയും ചെയ്തു മോഷ്ടിക്കരുതെന്ന്. ഇല്ലിക്ക ഞാൻ മോഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദില ആ 10 പാവകളും മോഷ്ടിച്ചത്. സത്യത്തിൽ ഈ ഗെയിമിൽ മോഷ്ടിക്കാം എന്നൊരു ഇതുണ്ട്, റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂളായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഇടയിലുള്ള ഒരു ഇതുണ്ടല്ലോ, അതനുസരിച്ച് ആദില മനസ്സിലാക്കിയതാണ് മോഷ്ടിക്കാം എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ആദില അക്ബറിനെ മോഷ്ടിച്ചു എന്നുണ്ടെങ്കിൽ അവിടെ നെവിൻ മോഷ്ടിക്കാത്തതായിട്ട് ഒന്നുമില്ല. അതുപോലെ കണ്ണിങ് ആയിട്ട് ഓരോരുത്തരുടെയും അവിടെ പാവകളെ എണ്ണി തിട്ടപ്പെടുത്തി വെച്ച പാവകളിൽ നിന്ന് പോലും അവിടെ നെവിൻ മോഷ്ടിക്കുന്നുണ്ടായിരുന്നു. നെവിൻ കുറേയൊക്കെ എൻ്റർടൈൻമെൻ്റ് ആണ്, മോഷണവും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത് കുറച്ചൊക്കെ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. പക്ഷേ അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്ന പോലെ നെവിൻ കുറച്ചധികം വെറുപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈ വീക്ക് നെവിനോ ലക്ഷ്മിയോ അക്ബറോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ പ്രേക്ഷകർ നിൽക്കുന്ന സമയത്ത് നെവിൻ ഈ വീക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥിയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ നെവിൻ ഏറ്റവും കൂടുതൽ മോഷ്ടിച്ചത് നെവിനാണെന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അക്ബറും അനുവും തമ്മിൽ ഈ ടാസ്ക് തുടങ്ങിയ സമയത്ത് തുടക്കത്തിൽ തന്നെ അടിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അനുമോൾക്ക് വേദനിച്ചിട്ടുണ്ടാവാം. അക്ബർ മേത്തിക്ക് ചാരി കിടക്കുകയും അക്ബറിന്റെ വെയിറ്റ് വരെയും അക്ബർ ഇങ്ങനെ താക്കുകയും ചെയ്ത സമയത്ത് അനുമോൾക്ക് വേദനിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇതൊരു ഫിസിക്കലി വരുന്ന ഒരു ടാസ്ക് ആണ്. അതിലിപ്പോൾ ടാസ്ക് കളിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റുകയോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് സാധിക്കില്ല. അക്ബർ മനഃപൂർവ്വം ചെയ്തതാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അക്ബറിനൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അക്കാര്യത്തിൽ ലക്ഷ്മി അവിടെ പറയുന്നുണ്ട്, ആര്യനും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. പക്ഷെ ആര്യൻ ഒരിക്കൽ പോലും മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല, ആരെയും ഉപദ്രവിക്കാതെ ടാസ്ക് ചെയ്യാനായിട്ട് ആര് ശ്രമിച്ചിരുന്നു. പക്ഷേ അക്ബർ അത് ശ്രദ്ധിച്ചില്ല എന്നൊരു പോയിന്റ് അവിടെ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം, അക്ബർ ഒന്നും നോക്കിയിട്ടുണ്ടായിരിക്കില്ല, അല്ലാണ്ട് മനഃപൂർവ്വം ഉപദ്രവിക്കണം എന്ന് വിചാരിച്ച് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അനുവിന് ഇഞ്ചുറിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അനുവിന് ഇത്രയും പോയിന്റുകൾ അവിടെ നേടിയെടുക്കാൻ സാധിച്ചു. അനുവിൻ്റെ കയ്യിൽ നിന്ന് എത്ര എണ്ണാണ് നെവിൻ മോഷ്ടിച്ചുകൊണ്ട് പോയത്, എന്നിട്ട് പോയിന്റുകൾ കിട്ടി എന്നുള്ളതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പുതിയ പ്രമോ വന്നിട്ടുണ്ട്. നെവിനും അനുവും കൂടിയിട്ട് വീണ്ടും ഫുഡിൻ്റെ വിഷയത്തിലാണെന്ന് തോന്നുന്നു പൊരിഞ്ഞടി നടക്കുന്നതായിട്ട് വരുന്നുണ്ട്. നെവിൻ വെറുപ്പിച്ചു കൊല്ലാണോ, ഇനി നെവിൻ്റെ ഉദ്ദേശം എന്താണ്, അനുവിന് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണോ, എന്തായാലും നെവിൻ ഇത്തിരി ഓവർ ആവുന്നുണ്ട്. ഇത്തിരിയല്ല, കുറച്ചധികം ഓവർ ആവുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെന്തോ ഞാൻ പറയാൻ വിചാരിച്ചോളൂ. പിന്നെ രാവിലെ തന്നെ ആദിലയും നൂറയും അനുവുമായിട്ട് വഴക്കിടുന്നുണ്ടായിരുന്നു. ആദില നൂറ എന്ന് പറയുന്നത് ഇവരിപ്പോഴും പറയുന്ന കാര്യമാണ്, ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വഴക്കിടും, അതൊക്കെ ഉണ്ടാവും, അതിന് ശേഷം നമ്മൾ വീണ്ടും കൂട്ടാവും എന്നൊക്കെ ആദിലയും നൂറയും പറയുന്നുണ്ട്. പക്ഷെ ചായ വിഷയം, ചെറിയ ചെറിയ ചില്ലി വിഷയങ്ങൾക്ക്, അത്രയും സില്ലി വിഷയങ്ങൾക്കാണ് അനുമോളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് ആദിലയും നൂറയും. അത് കണ്ടന്റിന് വേണ്ടിയാണ് ആദില ഇപ്പോൾ ചൊറിയുന്നത് എന്നുണ്ടെങ്കിൽ, അനുമോളെ ചൊറിഞ്ഞാൽ അവിടെ കണ്ടന്റ് ഉള്ളൂ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുള്ളൂ എന്നൊരു തോന്നൽ അവർക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും അതുകൊണ്ട് തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്തോട്ട് അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പൊ ആദിലും നൂറയും അതുപോലെ തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് രാവിലെ തന്നെ അനുമോളായിട്ട് വഴക്കിടുകയും ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നും അവര് കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിൽ പോലും ഈ വീക്ക് അനുമോൾക്കെതിരെ അങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത് ഒട്ടും നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അനുമോൾ ഈ വീക്ക് നോമിനേഷനിൽ ഇല്ലാത്തതാണ്. അപ്പൊ അനുമോളുടെ ഫാൻസിന്റെ വോട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ള വ്യക്തികളാണ് ആദില നൂറ എന്ന് പറയുന്നത്. ആ സമയത്താണ് അവർ അനുമോളുമായിട്ട് വഴക്കിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പിന്നെ ആദിലയും നൂറയെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേർക്ക് കാര്യമായിട്ടുള്ള ഒരു ഗെയിമൊന്നുമില്ല. പ്രത്യേകിച്ച് നൂറയ്ക്ക് ഒട്ടും ഇപ്പം ഗെയിമില്ലാത്തൊരവസ്ഥയാണ്. അല്പമെങ്കിലും അവിടെ ഗെയിമായിട്ട് ടാസ്ക് കളിക്കുമ്പോഴായാലും എന്തിനായാലും കളിച്ചുകൊണ്ടിരിക്കുന്നത് ആദില മാത്രമാണ്. ഇന്നിപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അക്ബറിന്റെ പാവം മോഷ്ടിക്കുന്നതാണെങ്കിലും ആ സീനുകളൊക്കെ നോക്കുമ്പോൾ ആദിലയാണ് ആദിലേണ്ടതായ ഒരു ഗെയിം കളിക്കുന്നത്. നൂറ അവിടെ ടൂർ വന്ന പോലെ തന്നെയാണ് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നത്. നൂറ ഇത്തവണ എലിമിനേഷനിൽ ഉണ്ട് താനും. അപ്പോൾ ഇത്തവണ നൂറ ആദിലില്ലാത്തത് കൊണ്ട് നൂറ സേഫ് ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഈ അനുമോളെ ചൊറിഞ്ഞുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമം ആദിലയും നൂറയും നടത്തുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ പ്രധാനമായിട്ട് ലൈവിൽ നടന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഈ ടാസ്കിന്റെ ഭാഗമായിട്ട് നടന്ന അനുമോൾ ഇഷ്യൂസ് ആണ്. ഏറ്റവും കൂടുതൽ അനുമോളുടെ ഇഷ്യൂസ് തന്നെയായിരുന്നു ടാസ്കിൽ ഉണ്ടായിരുന്നത്. കണ്ടന്റുകൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഇന്നത്തെ ലൈവിലും കണ്ടന്റുകൾ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പക്ഷേ ഇവിടെ ആര് വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പറയേണ്ടി വരും ആര്യ വിജയിച്ചു, അനീഷ് വിജയിച്ചു. മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ അനുമോൾ എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആര്യൻ അടിപൊളിയായിട്ട് ടാസ്ക് കളിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര്യൻ അതിഗംഭീരമായിട്ട് ടാസ്ക് കളിക്കുന്നുണ്ട്. തുടർന്നുള്ള ടാസ്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ വീക്കിലെ ടാസ്കിൽ ആര്യൻ വിജയിക്കുകയും ആര്യൻ ഒരു പോയിന്റ് കിട്ടും എന്നെയാണ് ഞാൻ കരുതുന്നത്.